അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാഹത്തല്ലേ? മിഅ്റാജിൻ്റെ നോമ്പാണല്ലോ ഇപ്പം ഇന്ന് കുറേ ആളുകൾ മിഅ്റാജിൻ്റെ നോമ്പ് എടുത്തിട്ടുണ്ട്. മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്താണെന്നുള്ളത് യാനത്ത് പോലത്തെ കിതാബിൽ അതേപോലെ ബാജുരിയിൽ ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. യാനത്തിലുണ്ടെന്നും കണ്ടിട്ടുണ്ട്. വേറെ ഫിഖിൻ്റെ കിതാബുകൾ കുറേ ഉണ്ടല്ലോ, അതിലൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് പരാമർശിച്ചിട്ടില്ല. സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലൊന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. മിഅ്റാജിൻ്റെ നോമ്പ് അത് സുന്നത്താണ് എന്നുള്ളതും ആ ദിവസത്തിനേക്ക് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതും ഒരുപാട് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിലും അല്ലാത്ത കിതാബിലും ഒക്കെ വന്നിട്ടുണ്ട്. ഫിഖിൻ്റെ കിതാബിലൊരു ബാജൂരിൻ്റെ ഇമാം ബാജൂരി തങ്ങളുടെ ആശത്തുൽ ബാജൂരിയിലും സയ്യിദുൽ ബക്കറിയുടെ യാനത്തിലും മാത്രമൊന്നുമല്ല, അല്ലാതെയും ഒരുപാട് കിതാബുകൾ ഫിഖിൻ്റെ കിതാബിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ സക്കറിയ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ വഹാബ് എന്ന കിതാബുണ്ട് 2 വാള്യത്തിൽ. അതിനൊക്കെ മഹാനായ ഇമാം ബർമാവി റഹിമഹുല്ല ആശയ ഉണ്ടാക്കി ആശത്തുൽ ബർമാവി 6 വാള്യത്തിൽ. അതിലുണ്ട് മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആശത്തുൽ ബർമാവിയുടെ 2-ാം വാള്യം ഒക്കെ സുന്നത്ത് നോമ്പിൽ നോക്കിയാൽ കാണും. ഇതിൻ്റെ 692-ാമത്തെ പേജിലുണ്ടോ ഓ യുസന്നു ഐലൻ സോമു യോമിൽ മിഅ്റാജ്. സുന്നത്ത് നോമ്പ് ഇങ്ങനെ വിശദീകരിച്ചു വരികയാണ്. അപ്പോൾ അവിടെ പറയുന്നു മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്ത് തന്നെയാണ് കേട്ടോ എന്നുള്ളത്. എന്നാൽ അതേ ഫതുഹുൽ വഹാബിനിക്ക് ഹഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട് മഹാനായ ഇമാം സുലൈമാനുൽ ജമൽ റഹിമഹുല്ല ആശത്തുൽ ജമൽ. ആ ആശത്തുൽ ജമലിലും ഉണ്ട് ഇങ്ങനെ മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്താണെന്ന്. ആശത്തുൽ ജമലിൻ്റെ 3-ാം വാള്യത്തിൽ അതിൻ്റെ 468-ാമത്തെ പേജിൽ പറയുന്നു വയുസന്നു ഐലൻ സോമു യോമിൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്താണ് എന്നുള്ളത്. എന്നാൽ നേരത്തെ പറഞ്ഞ ഇമാം ബർമാവി റളിയല്ലാഹു അൻഹു ഇബ്നു ഖാസിമിൽ ഗസ്സി റഹിമഹുല്ല തങ്ങളുടെ ഫതുഹുൽ ഖരീബുൽ മുജീബ് എന്ന ഒരൊറ്റ വാള്യത്തിൽ കിതാബുണ്ട്. അതിനെ ഹഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട് ബർമാവി. അവിടെയും ബർമാവി അത് പറഞ്ഞിട്ടുണ്ട്, പറയാതെ പോയിട്ടില്ല. ആശത്തുൽ ബർമാവി അതിൻ്റെ ഹഷ്യ ഇത് 4 വാള്യത്തിലാണ്. ഇതിൻ്റെ 2-ാം വാള്യം അതിന് മഹാനവറുകൾ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ 2-ാം വാള്യത്തിൻ്റെ 549-ാമത്തെ പേജിൽ വയുന്തബു സോമു യോമിൽ ഇത്നൈനി യോമിൽ ഖമീസ് ഉണ്ടോ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുകൾക്ക് സുന്നത്താണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു യോമിൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്താണ്. ആ മിഅ്റാജിൻ്റെ ദിവസം നോമ്പുകൾക്ക് സുന്നത്തുണ്ട് എന്നുള്ളത്. മഹാനായ ഇമാം ബാജൂരി റഹിമഹുല്ല ആശത്തുൽ ബാജൂരി എന്ന് പറയുന്ന കിതാബ് ഈ പറയുന്ന ഫതുഹുൽ ഖരീബുൽ മുജീബ് ഇപ്പം നമ്മൾ നേരത്തെ വായിച്ച ഇബ്നു ഖാസിമിൽ ഗസ്സിൻ്റെ അതിൻ്റെ ഹാഷ്യയാണ് ഈ ബാജൂരിൻ്റെ ഹാഷ്യത്തുൽ ബാജൂരി. അവിടെ ഇമാം ബാജൂരി തങ്ങളും പറയുന്നു. ഇതാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ബാജൂരി മാത്രമേ ഉള്ളൂ നല്ല, ബാജൂരി അല്ലാത്തവരിടത്തൊക്കെ ഉണ്ട്. അവിടെ ബാജൂരി ഇമാം പറയുന്നു ഹാഷ്യത്തുൽ ബാജൂരിയുടെ 1-ാം വാള്യം ഇതിൻ്റെ 449-ാമത്തെ പേജിൽ ഓ യുസ്തഹബ്ബു സോമു യോമിൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്താക്കപ്പെടും എന്നുള്ളത്. അത് മാത്രമല്ല ശക്തിയേറിയ സുന്നത്താണെന്ന് ബാജൂരിയെ ഉദ്ധരിച്ചുകൊണ്ട് ഫതുഹുൽ അല്ലാം എന്ന കിതാബുണ്ട് ജുർദാനി ഇമാമിൻ്റെ. അവിടെയും പറയുന്നത് അവിടെ താക്കതു ശക്തിയേറിയ സുന്നത്ത് എന്ന് അവിടെ ഉപയോഗിച്ചു തന്നെ. ഇതിൻ്റെ 4-ാം വാള്യം ഈ പറയുന്ന ഫതുഹുൽ അല്ലാമിൻ്റെ 4-ാം വാള്യം ഇതിൻ്റെ 119-ാമത്തെ പേജിൽ തഅക്കദു സോമു യോമിൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ നോമ്പ് ശക്തിയേറിയ സുന്നത്താക്കപ്പെടും കമാഫിൽ ബാജൂരി, ബാജൂരിയൊക്കെ ഉള്ളതുപോലെ എന്നുള്ളതുണ്ടോ. ബാജൂരിയെ ഉദ്ധരിച്ചുകൊണ്ട് ശക്തിയേറിയ സുന്നത്താണെന്ന് ഫതുഹുൽ അല്ലാം പറഞ്ഞത്. സയ്യിദുൽ ബക്കരി യാനത്വാലിബിലും പറയുന്നു. സയ്യിദുൽ ബക്കറിയുടെ യാനത്വാലിബിൻ്റെ 2-ാം വാള്യം പത്രങ്ങാനും ഫിഖിൻ്റെ കിതാബായി, ഇതൊക്കെ ഫിഖിൻ്റെ കിതാബ് തന്നെയല്ലേ. ഇതിൻ്റെ 451-ാമത്തെ പേജിൽ 2-ാം വാള്യത്തിൻ്റെ 450-ാമത്തെ പേജിൽ വയുസ്തഹബ്ബു സോമു യോമിൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്താണ് എന്നുള്ളത്. ഇതൊട്ടനേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട് മിഅ്റാജിൻ്റെ നോമ്പ് സുന്നത്താണ്. പിന്നെയും ചില ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തീർക്കും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇത്രയൊക്കെ ആളുകൾ പറയുമ്പോൾ ഇത് സുന്നത്തായതുകൊണ്ട് തന്നെയല്ലേ, അല്ല വെറുതെ പറയണമെന്നല്ലല്ലോ. ഇനി അതിൻ്റെ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ല അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിലും പറയുന്നുണ്ട് 60 മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ 2-ാം വാള്യം ഇതിൻ്റെ 577-ാമത്തെ പേജിൽ ഉണ്ടോ യോമു 27 മിൻ റജബ്, റജബിൻ്റെ 27 അതന്നെയല്ലേ ഈ മിഅ്റാജിൻ്റെ ദിവസം എന്ന് പറഞ്ഞത്.
ലഹു ഷറഫുൻ അലീമുൻ, വണ്ണമായൊരു ദിവസം തന്നെയാണ്, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിവസമാണ്. അന്ന് ആരെങ്കിലും നോമ്പ് വെച്ച് കഴിഞ്ഞാൽ 60 മാസം നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ടെന്ന് ആര് പറയുന്നുണ്ട്? ഈ പറയുന്ന വസ്സാലിമാൻ പറയുന്നുണ്ട്. അത് തന്നെയാണ് മഹാനായ ഷെയ്ഖ് ജീലാനി റഹിമഹുല്ല അവിടുത്തെ ഉന്നത്ത് എന്ന് പറയുന്ന കിതാബിലും പറയുന്നുണ്ട്. ഇങ്ങനെ ഹദീസ് ഈ പറയുന്ന ഫിഖിൻ്റെ കിതാബും അല്ലാത്ത കിതാബിലൊക്കെ മിഅ്റാജിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ്, ആ ദിവസത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, പ്രതിഫലമുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നേ കേട്ടോ. അപ്പോൾ ഒരു ബാജൂരി മ്യാനത്തും മാത്രമൊന്നുമല്ല, ഇനിയും ഉണ്ടാകും ഇഷ്ടം പോലെ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അപ്പം ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ചോദിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട കിതാബുകളാണൊക്കെ.